നിക്ക്. നീ ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എന്ത് പണിയാടി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എടാ വണ്ടിയുടെ അകത്ത് നിന്നല്ലാതെ പൊക്കത്ത് കയറുന്ന ഡോർ അടക്കണം. നിനക്ക് എന്താ കിച്ചു വട്ടാണോ? എന്താണ് കിച്ചു നിനക്ക്? അഴയില്ലാതെ പിന്നെ നിന്റെ തലയിൽ ഇരിക്കാൻ പറ്റുമോ? വെളിയിലിറങ്ങി പറയുന്ന നിനക്ക് വെളിയിലിറങ്ങ്. നിന്റെ പ്രശ്നം നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പൊ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നം ഞാൻ പ്രത്യേകിച്ച് പുള്ളിക്കാരനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും ട്രോളുകളുടെയും മറ്റും പുള്ളിക്കാരൻ അറിഞ്ഞു കാണും. ഈ OCD ബാധിച്ച് തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ ഒരു മനുഷ്യൻ. അങ്ങനെ വേണം പുള്ളിക്കാരനെ പരിചയപ്പെടുത്താൻ. എന്തായാലും വന്ന് പുള്ളിക്കാരന്റെ ഭ്രാന്ത് കാരണം സ്വന്തം ഭാര്യ വരെ സൈ കെട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം ഇവന്റെ പണി എന്ന് പറഞ്ഞ 24 മണിക്കൂറും ഭാര്യനെ ഉപദേശിക്കലാണ്. ഉപദേശിച്ച് ലാസ്റ്റ് ഭാര്യയ്ക്ക് വരെ സൈ കെട്ടാൻ തുടങ്ങി. തിരിച്ച് നല്ലോണം പറയാനും തുടങ്ങി. എന്തായാലും ഇവന്റെ അവസാനത്തെ 2-3 വീഡിയോസ് നമുക്കൊന്ന് കണ്ടുനോക്കാം. നീ ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എന്ത് പണിയാടി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ അങ്ങനെ ചോദിക്കും പെങ്ങളെ. അവന്റെ ഒരു ഒലക്കമ്മല് ചോദിച്ചായിട്ട് വന്നേക്കാണ്. ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണെന്നൊക്കെ. ബാക്കി കണ്ടുനോക്കാം. ഐസ്ക്രീം അടുപ്പത്ത് വെക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ എടി ഒന്നാമത്തെ കാര്യം ഇത് നമ്മളൊരു മാളിന്ന് മേടിച്ചോണ്ട് വന്നേ. അതിന്റെ കൂട്ടത്തിൽ കിട്ടിയ തെർമൽ പേപ്പറിന്റെ ബില്ലാണിത്. അപ്പൊ ഇത് എന്തായാലും നല്ല രീതിയിൽ കെമിക്കലാണ്, ക്യാൻസറസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് കൂട്ടത്തിൽ ഇരുന്ന സാധനം ആയതുകൊണ്ട് ഇത് നമ്മൾ ചുമ്മാ ഒന്നും ഫ്രിഡ്ജിൽ കയറ്റാൻ പാടില്ല. എന്നൊരു കാര്യം ചെയ്യും, ചുമ്മാ ഫ്രിഡ്ജിൽ കയറ്റേണ്ട ആ ഐസ്ക്രീമിലൊക്കെ കുറച്ച് സാനിറ്റൈസർ വെച്ചോ, പ്രശ്നം തീർന്നില്ല. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ. അതാകുമ്പോ തെർമൽ പേപ്പറിൽ നിന്ന് വന്ന കെമിക്കലൊക്കെ അങ്ങ് സാനിറ്റൈസ് ആയി പോയിക്കോളും. അല്ലാണ്ട് എന്താ ഞാനിതിനൊക്കെ പറയാം. ഇതിന് കാര്യമായിട്ട് വന്ന് കണ്ടുപിടിച്ച പ്രശ്നം നോക്കി നിങ്ങൾ. എന്തായാലും ബാക്കി പറന്തായാലും മാളിൽ നിന്ന് ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എത്ര പേര് ആ ഫ്രീസറിനകത്ത് കൈയിട്ട് എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് പോണെന്നറിയാം. അപ്പൊ എല്ലാവരും കയ്യിലെ കണ്ടാമിനേഷൻ ഇതിന്റെ പുറത്തുണ്ടാവും. എന്നൊരു കാര്യം ചെയ്യും, നീ മാളിന്ന് ഐസ്ക്രീം മേടിക്കേണ്ട, വല്ല കടയിലും ചെന്ന് മേടിച്ചോ. അതാകുമ്പോ എല്ലാരും കണ്ടാമിനേഷൻ അതിലുണ്ടാവില്ലല്ലോ. കടക്കാരന്റെ കണ്ടാമിനേഷൻ മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ. ഇനി അതും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഫാക്ടറി പോയി ഡയറക്റ്റ് മേടിച്ചോ. അതാകുമ്പോ പ്രശ്നം തീർന്നല്ലോ. എന്തൊരു കഷ്ടാണെന്ന് നോക്കി. ആക്ച്വലി എന്താണ് അവന്റെ പ്രശ്നം അതൊന്ന് പറഞ്ഞു തന്നാട്ടെ. എന്തായാലും ഇത്രയൊക്കെ ആയല്ലോ, ഇതിനൊരു പ്രതിവിധി ആശാൻ തന്നെ അങ്ങ് നിർദ്ദേശിച്ചാട്ടെ. നമ്മൾ കൈയും കഴുകിയിട്ടുണ്ട്, ഈ കാണുന്ന കത്തിയും കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് നൈസായിട്ട് തുറന്നു വിടാം. എന്നിട്ട് നമുക്ക് വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങ് എടുത്ത് മാറ്റാം. നമ്മൾ ഇതിനകത്തോട്ട് പിടിക്കാൻ പാടില്ല. നൈസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫുൾ ഐസ്ക്രീം നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റി. എന്തോന്നടേ ഇത്? ഞാൻ ഐസ്ക്രീം പായസം പോലെ ആക്കിയിട്ട് കുടിക്കാൻ പോവാണ്. അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം. പല രീതിയിലും ഐസ്ക്രീം കുടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ഐസ്ക്രീം അലിയിച്ച് കളഞ്ഞിട്ട് പായസം പോലെ കുടിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടേ കാണും. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. എന്തായാലും നീ ബാക്കി പറ. നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ കവറും അതുപോലെ തന്നെ കത്തിയൊക്കെ മാറ്റിച്ചിട്ട് വീണ്ടും ഒന്ന് കൈ കഴുകിയിട്ടുണ്ട്. ശരി, ഇവൻ കൈയ്യേക്ക് മിക്കവാറും എന്റെ പഞ്ചായത്തിലെ വെള്ളം മൊത്തം തീർക്കുന്ന തോന്നുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. കഴിയിട്ടുണ്ട്. ഇനിയിപ്പോ നല്ലൊരു പാത്രത്തിനകത്തോട്ട്, അതായത് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഐസ്ക്രീം മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുവാണേ. ഓക്കെ, അപ്പൊ ഫുള്ള് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതല്ല. ആദ്യമേ ഐസ്ക്രീമിലെ പെട്ടിന്ന് സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ സ്റ്റീലിന്റെ പാത്രത്തിൽ നിന്നും ഈ പറയുന്ന പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റി. ഇങ്ങനെ മാറ്റി കളിക്കുന്നതിന് നല്ലത് ഐസ്ക്രീമിനെ പെട്ടിന്നു ഡയറക്റ്റ് ഈ പറയുന്ന പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റിയാൽ പോരെ. എന്തിനാണ് അതിന്റെ ഇടയിൽ കൂടെ ഒരു സ്റ്റീലിന്റെ പാത്രം കൊണ്ടുവച്ചേക്കുന്നത്? അല്ല, എന്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. പ്രശ്നേശാവുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. പിന്നെ എന്റെ ഒരു നിർദ്ദേശമായിട്ട് കണക്കൂട്ടിയാൽ മതി. ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഐസ്ക്രീം വെക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്. അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഈ ഐസ്ക്രീം പാർട്ടികളും പ്ലാസ്റ്റിക്കിന്റെ പാർട്ടികളും കൂടി ചേർന്ന് മാരകമായിട്ടുള്ള ക്യാൻസർ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഐസ്ക്രീം പ്ലാസ്റ്റിക് പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കരുത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവൻ ഐസ്ക്രീം പെട്ടിന്നു 2-3 പാത്രത്തിലേക്കും ഐസ്ക്രീം മാറ്റിയപ്പോഴേക്കും 1 ലിറ്റർ ചോക്ലേറ്റ് ഐസ്ക്രീം 1/2 ലിറ്റർ ചിക്കു ജ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബാക്കി കണ്ടുനോക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കുറെ കാലത്ത് പോയി കേട്ടോ. അടിപൊളി, നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ഐസ്ക്രീം. ഐശ്വര്യ പറഞ്ഞത് നന്നായി. ഞങ്ങൾക്ക് ഇത്രയും കാര്യം വിചാരിച്ചിരുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമിന് സ്ട്രോബെറിന്റെ ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. താങ്കളുടെ വിലയേറിയ വിവരത്തിന് നന്ദി. അല്ലാണ്ട് എന്താ ഞാനിതിനൊക്കെ പറയാം. നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന് ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ഐസ്ക്രീം പോലും. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഐസ്ക്രീം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിലൂടെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റേണ്ടത്. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന അതേ പാക്കറ്റോട് കൂടി തന്നെ ഫ്രിഡ്ജിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള അഴുക്കോ കണ്ടാമിനേഷനോ ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വരാനും അതുവഴി നമ്മുടെ ബാക്കി എല്ലാ ഫുഡും കണ്ടാമിനേറ്റഡ് ആവാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി. ഇനി ഞങ്ങൾ ആരും ഐസ്ക്രീമിന്റെ പെട്ടിയോടൊക്കെ ഫ്രിഡ്ജിൽ കയറ്റുന്നതല്ല. പോരെ, സന്തോഷമായില്ലേ? കഴിഞ്ഞില്ലേ കേട്ടോ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇവന്റെ ഭാര്യ ഇതൊക്കെ കഴിഞ്ഞ് കാറി കയറാൻ പോകുമ്പോൾ അവിടെയും വന്ന് ഇവനെ ഉപദേശിക്കാൻ തുടങ്ങി. അന്ന് കണ്ടോക്കാം. അയ്യോ, അടയ്ക്കല്ലേ ഇറങ്ങിയേ. നിനക്ക് ബോളുണ്ടാടി, വണ്ടി കയറിയാണോ ഡോർ അടയ്ക്കുന്നത്? ശരി, ഇന്നൊരു കാര്യം ചെയ്യാം. വണ്ടിയുടെ പുറത്തുനിന്ന് ഡോർ അടിക്കാം. എന്തൊക്കെ അവന്റെ പ്രശ്നം? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ ആദ്യം പുറത്തോട്ട് വന്നേ. എടാ വണ്ടിയുടെ അകത്ത് നിന്നല്ലാതെ പൊക്കത്ത് കയറുന്ന ഡോർ അടക്കണം. നിനക്ക് എന്താ കിച്ചു വട്ടാണോ? അതിപ്പോഴും പെങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഇത് ഏതോ കാലം മനസ്സിലാക്കണം ഇവന് വട്ടാണെന്ന്. പെങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത് ഇവന് വട്ടാണ്. പെങ്ങളെ OCD തലക്ക് പിടിച്ച് വട്ടായതാണ്. എന്തായാലും എന്താണോ അവന്റെ ഇവിടുത്തെ പ്രശ്നം ഒന്ന് കണ്ടോക്കാം. എടി, ഇത്ര നേരം വെയിലത്ത് കിടന്ന വണ്ടിയാണെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്നു. എന്നിട്ട് കയറി ഡോർ അടിച്ചേക്കുവാണ്. അതാണ്, വെയിലത്ത് കിടന്ന വണ്ടി കയറി ഒരിക്കലും ഡോർ അടിക്കാൻ പാടില്ല. ഡോർ തുറന്നിട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, ക്യാൻസർ വരെ വരും. ഇത് ഞാൻ പറഞ്ഞല്ല, പ്രശ്നേഷ് എന്നെ പറഞ്ഞാണ്. പ്രശ്നേഷ് ആ എക്സ്പ്ലനേഷൻ ഒക്കെ നൽകിയേക്ക്.
എടാ വെയിലത്ത് കിടന്നോണ്ടല്ലേ ഞാൻ കയറി AC ഓൺ ആക്കിയത്. തണുത്തപ്പോ ഞാൻ അകത്ത് കയറി. അതിനെന്താ പ്രശ്നം? അത് പ്രശ്നമാണ് മോളെ. പ്രശ്നേശ്വരണം പറയും, എന്നാ പറഞ്ഞു കൊടു. എടി ആക്ച്വലി പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തുള്ള ചൂട് ഒതുക്കാനായിട്ട് ഒന്ന് AC ഓൺ ആക്കി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി ആകെ സേഫ് ആയെന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. അതെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരും. നിങ്ങൾ മാരകമായിട്ടുള്ള ഒരു രോഗിയായി മാറും. വെറുതെ അതിന് നിൽക്കണ്ട. പ്രശ്നേഷൻ തന്നെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും. അണ്ണാ പറഞ്ഞു കൊടു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തോട്ട് സൂര്യപ്രകാശം കയറുമ്പോഴത്തേക്കും വണ്ടിക്കകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ അകത്ത് നിന്നൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവുകയും ആ ഫ്യൂംസ് നമ്മുടെ വണ്ടിക്കകത്ത് മുഴുവൻ സ്പ്രെഡ് ആവുകയും ചെയ്യും. ആക്ച്വലി ആ ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മണമാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ മണമായിട്ടൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ചൂടായിട്ട് നിൽക്കുവാണെങ്കിലും AC ഓണാക്കി തണുപ്പിച്ചാലും അതിനെ ഫുള്ള് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാണ്ട് നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്ന് ഫുള്ള് ക്ലോസ് ആക്കിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലംസ് ഉണ്ടാവും. ടെമ്പററി ആയിട്ട് നമുക്ക് കണ്ണിനൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂക്കിനോ തൊണ്ടയ്ക്കോ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിലും ലോങ് ടൈമിൽ ഈ ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനും കിഡ്നിക്കും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ കംപ്ലൈന്റ് വരാനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് വണ്ടിയുടെ എല്ലാ ഗ്ലാസും താഴ്ത്തിട്ടിട്ട് ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ചൂടായാലും തണുത്തായാലും അത് ഫുൾ എസ്കേപ്പ് ആയിട്ട് ഫുള്ള് ഫ്രഷ് എയർ കയറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഫുൾ ക്ലോസ് ചെയ്തിട്ട് യാത്ര ചെയ്യാവുള്ളൂ. ഭയങ്കരം തന്നെ. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വണ്ടിന് ചില്ല അങ്ങോട്ട് ഫുള്ള് അടിച്ചു പൊളിച്ചേക്ക്. വിൻഡോക്ക് ഒന്നും ചില്ലേ വേണ്ട, പുറത്തുനിന്നുള്ള എയർ ഫ്ലോ ഒക്കെ കൃത്യമായിട്ട് നടന്നോട്ടെ. അങ്ങനെ വണ്ടി ഓടിച്ചോ, അതെല്ലാം അണ്ണാ നല്ലത്. അല്ലേ വേണ്ട, വണ്ടിനെ അങ്ങ് കത്തിച്ചേക്ക്. ഇങ്ങനെ കെമിക്കലുകളൊക്കെ പുറത്ത് വിട്ട് ക്യാൻസർ സമ്മാനിക്കുന്ന വണ്ടി എന്തിനാ നമുക്ക്? അതങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണ്ണ, അതാണ് നല്ലത്. എന്താ ഞാൻ ഇവനോടൊക്കെ പറയാം, ഇവൻ ടെക്നോളജി വികസിച്ചൊന്നും അറിഞ്ഞില്ലാവോ? ഇന്ന് കാറിൽ ഇതേമാതിരി ഉള്ളിൽ ചൂട് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൂട് പുറത്തേക്ക് കളഞ്ഞ് പുറത്തുനിന്നുള്ള എയർ ഫ്ലോ ഉള്ളോട്ട് കയറ്റാനും, ഇനി ഉള്ളിൽ തണുപ്പ് കൂടുതലാണെങ്കിൽ ഉള്ളിലുള്ള എയർ ഫ്ലോ നിലനിർത്താനുമുള്ള സെറ്റിംഗ്സ് ഒക്കെ എല്ലാ AC ഉണ്ട്. ഈ സെറ്റിംഗ്സ് ഒക്കെ കാറിൽ വന്നിട്ട് 10 കൊല്ലമായി. ഇതൊന്നും അറിയാതെയാണ് ഇവരിങ്ങനെ കിടന്ന് കുണയ്ക്കാൻ നിൽക്കുന്നത്. കഷ്ടം തന്നെ കേട്ടോ. അതിനതൊക്കെ നോക്കാൻ എവിടെ സമയം? ഭാര്യനെ ഉപദേശിച്ചും സാനിറ്റൈസർ അടിച്ചും നടന്നിട്ട് ഇതിനൊക്കെ നോക്കാൻ സമയം വേണ്ട. എന്തായാലും നല്ല ബെസ്റ്റ് ഉപദേശം. ഇനി അടുത്ത ഉപദേശം എന്താണാവോ, അതും കൂടി ഒന്ന് കണ്ടോക്കാം. എന്തെടുക്കാൻ പോണ്? അഴയ തുണി വിരിക്കാൻ പോണ? എന്തോ അടിച്ചെന്ന്? എന്താണ് വെച്ചു നിനക്ക്? അഴയില്ലാതെ നിന്റെ തലയിൽ വിരിക്കാൻ പറ്റും? അവന്റെ തലയെ വിരിച്ചു കൊടുക്ക്. എന്നിട്ട് പഞ്ചായത്ത് പോയി അവനെ 2 റൗണ്ട് ഓടിക്കുക. അതായിരിക്കും നന്നാവാ. ഇവനെ കൊണ്ട് ചില്ലറ എടുക്കാറില്ലല്ലോ. ഇനി ഇവിടെ എന്താണോ പ്രശ്നം? ഇനി അഴയിൽ തുണി വിരിച്ച വല്ല ക്യാൻസർ ഒറ്റ വരുമോ? മിക്കവാറും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കേട്ടോക്കാം. എനിക്ക് ഞാൻ പറഞ്ഞ എന്റെ തലയിലോട്ട് വിരിക്കാൻ. നീ അഴയുടെ സാഹചര്യം നോക്കി, അതായത് നല്ല ഏജ് ആയിട്ട് ഒരുപാട് ഡാമേജ് വന്നിട്ടുള്ള അഴയാണ്. അങ്ങനെ അയക്കും വയസ്സായില്ലേ? വയസ്സായാലും ഒരിക്കലും തുണി വിരിക്കാൻ പാടില്ല മക്കളെ, ക്യാൻസർ വരും. അണ്ണൻ തന്നെ പറഞ്ഞു തരും. അണ്ണന്ന് പറഞ്ഞാട്ടെ. ഇതിപ്പം ചകിരിയുടെ അഴയായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് റിലീസ് ആവുന്ന മൈക്രോ പ്ലാസ്റ്റിക് എല്ലാം നമ്മുടെ ഡ്രസ്സിലോട്ട് ആവുകയും ഇത് നനച്ചിട്ട് ഇടുമ്പോഴത്തേക്കും കൂടുതൽ ഇതിനകത്തോട്ട് അബ്സോർവ് ആവുകയും ചെയ്യും. ഈ കെമിക്കൽസ് എല്ലാം സ്കിന്നിൽ പറ്റുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ബ്ലഡിലോട്ട് വലിച്ചെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ചെറിയ അസുഖങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ റാഷസും ചൊറിച്ചിലും മാത്രമല്ല വേറെ അസുഖങ്ങളിലേക്കൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഇടുന്ന ഡ്രസ്സ് മാത്രമല്ല, നമ്മൾ തോർത്ത് വിരിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്മൾ മുഖവും അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സും ഒക്കെ തുടയ്ക്കുമ്പോൾ അവിടെ കൂടെ അബ്സോർപ്ഷൻ ഒക്കെ വരാം. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരാം. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെയുള്ള അഴയൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അതും വേറെ അസുഖങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാം. പറഞ്ഞാ നന്നായി. ഇല്ലായിരുന്നെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ക്യാൻസർ വന്ന് ചത്തേനെ. അണ്ണനൊരു മഹാസംഭവം തന്നെ. ഇതിപ്പോ വന്ന് പോകാൻ കാരണം ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ചാ പ്രശ്നം, ചൂടത്ത് കാലിൽ AC ഇട്ടാ പ്രശ്നം, തുണി എടുത്ത് അയലിട്ടാ പ്രശ്നം. എന്ത് ചെയ്താലും ഇവന് പ്രശ്നമാണല്ലോ. മര്യാദയ്ക്ക് ആ പെണ്ണ് ആ ഡ്രസ്സൊക്കെ അലക്കിടാൻ പോയതായിരുന്നു. അവിടെ ഇവൻ പ്രശ്നം കണ്ടെത്താൻ പോയിക്കുന്നു. കഷ്ടം തന്നെ, അല്ലാണ്ട് എന്ത് പറയാനാ? ആ പെണ്ണിനൊരു വിധി, അല്ലാണ്ട് ഇപ്പൊ എന്ത്? ബാക്കി കണ്ടോക്കാം. എപ്പോഴും നമ്മുടെ അഴയുടെ ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അതെ, ഇടയ്ക്കിടെ വേണമെങ്കിൽ അതിനെ ഹെൽത്ത് ചെക്കപ്പ് നടത്താൻ കേട്ടോ. എന്നിട്ട് അതിന്റെ റിസൾട്ട് അണ്ണനെ അയച്ചിരുന്നു. അണ്ണന് ഒരു അപ്രൂവൽ കിട്ടിയാൽ നന്നായിരിക്കും. എന്താ ഞാനിതിനൊക്കെ പറയാം, ബാക്കി പറഞ്ഞോട്ടെ. പ്രോപ്പർ ആയിട്ടുള്ള സമയങ്ങളിൽ പുതിയ അഴ കെട്ടുകയും പഴയ അഴയുടെ പ്ലാസ്റ്റിക് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ശരി, നന്ദി ബ്രോ. അണ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾ ക്യാൻസർ വന്ന് ചത്തേനെ. അണ്ണനെ പോലുള്ള ആളുകളാണ് ഈ നാടിന് മുതൽക്കൂട്ട്. ഇവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എന്തായാലും ഇവന്റെ ഒടുക്കത്തെ ഉപദേശം കാരണം ഇവന്റെ ഭാര്യ തന്നെ സഹി കിട്ട് തുടങ്ങി കേട്ടു. അല്ല, കണ്ടിരിക്കുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൂടെ താമസിക്കുന്നവന്റെ ഭാര്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും ഉണ്ട് ഇവന്റെ കുറച്ച് വീഡിയോസ്. സമയപരിമിതി കാരണം ഞാൻ വീഡിയോ കുറച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഈ വീഡിയോയുടെ റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.